ഈ ഓഗസ്റ്റ് മാസം കർത്താവ് ഒരു പുതിയ വഴി നിനക്കായി തുറക്കും. ഹീലിംഗ് പ്രേയേഴ്സ് 2ലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഓഗസ്റ്റ് മാസത്തിൽ നിന്റെ പ്രതീക്ഷകൾ തകരുകയില്ല. കർത്താവായ ദൈവം നിനക്ക് നീതി നടത്തിത്തരും. അവിടുന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെടും. അവിടുന്ന് നിനക്കായി ഒരു പുതിയ വഴി തുറക്കും. അത് അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. അത് ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. കർത്താവ് അനുഗ്രഹിച്ചാൽ അത് ആർക്കും തടയുവാൻ സാധിക്കുകയില്ല. ഈ ഓഗസ്റ്റ് മാസത്തിൽ നിന്റെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ, വലിയ അനുഗ്രഹങ്ങൾ, വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ ഈ പ്രാർത്ഥനയിൽ ഏറ്റവും അവസാനം വരെ ആത്മാർത്ഥമായ ഹൃദയത്തോടുകൂടെ, എളിമയുള്ള ഹൃദയത്തോടുകൂടെ, വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങളുടെ സ്രോതസ്സായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ 5 നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ ഓഗസ്റ്റ് മാസം വലിയ അനുഗ്രഹങ്ങളുടെ മാസമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവായ ദൈവം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്കു മേലെ അനുഗ്രഹങ്ങൾ നൽകി നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടിയുള്ള വയൽ വനവും ആയി മാറുകയും ചെയ്യുന്നതുവരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും. ജനസാന്ദ്രതയുള്ള നഗരം വിജനമാകും. കുന്നുകളും കാവൽ മാടങ്ങളും വന്യമൃഗങ്ങളുടെ ഗുഹകളായി മാറും. അവ കാട്ടുകഴുതകളുടെ സന്തോഷവും ആടുകളുടെ മേച്ചിൽപ്പുറവുമാകും. അപ്പോൾ മരുഭൂമിയിൽ നീതി വസിക്കും. ഫലപുഷ്ടിയുള്ള വയലിൽ ധർമ്മനിഷ്ഠ കുടികൊള്ളും. നീതിയുടെ ഫലം സമാധാനമായിരിക്കും. നീതിയുടെ പരിണത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയും ആയിരിക്കും. എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും. സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. വനം നിശേഷം നശിക്കുകയും നഗരം നിലംപതിക്കുകയും ചെയ്യും. ജലാശയങ്ങൾക്ക് അരികെ വിതയ്ക്കുകയും കാളകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചുവിടുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യം. ഈ ഓഗസ്റ്റ് മാസം ദൈവസന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ, നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ 5 നിയോഗങ്ങൾക്കു വേണ്ടി ഈ മാസം മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, മക്കളുടെ പഠനകാര്യം, മക്കളുടെ വിവാഹം, മക്കളുടെ ജോലി, വിദേശയാത്ര, വിദേശ പഠനം, അതിനുവേണ്ടിയുള്ള പരീക്ഷകൾ പാസ്സാകാൻ അതിനാവശ്യമായ സാമ്പത്തിക സഹായം, ആരോഗ്യം എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനും, ജോലി നഷ്ടപ്പെടും എന്ന ഭീഷണിയാൽ വേദനിച്ചിരിക്കുന്നവർക്ക് ജോലിയിൽ ഉയർച്ച ലഭിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും നാം വിചാരിക്കുന്നത് പോലെയോ നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നീതിയുള്ള ഹൃദയത്തോടെ, എളിമയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മുടെ പ്രതീക്ഷകളെ അവിടുന്ന് കാത്തു പരിപാലിക്കുകയും ചെയ്യും. സകല തടസ്സങ്ങളും മാറ്റി
ഈ മാസം വലിയ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുന്നതിന് വേണ്ടി കർത്താവ് ഇടപെടും. നീതിമാനായ ദൈവം മരുഭൂമിയിൽ നീതി നടത്തുന്ന ദൈവമാണ്. ഒന്നുമില്ലായ്മയിൽ അഭിവൃദ്ധി നൽകുന്ന ഫലഭൂയിഷ്ഠമായ അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവമാണ്. നാം എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ അവിടെയാണ് കർത്താവിൻ്റെ ശക്തി പ്രകടമാകുന്നത്. എല്ലാം തുടങ്ങുന്ന ദൈവമാണ്, ആദിയും അന്ത്യവുമായ ദൈവം. ഈശോ അരുളി ചെയ്തു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദിയും അന്ത്യവുമാണ്, ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ്. എന്നിൽ വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വസിക്കുകയും എൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുന്നവന് വലിയ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സ് ഞാൻ തുറന്നു കൊടുക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നാം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് വിട്ടകന്നു പോയവരാണ് നിങ്ങളിൽ ആരെങ്കിലും എങ്കിൽ, ദൈവത്തിൽ നിന്നും വിശ്വാസം നഷ്ടപ്പെട്ട് ദൂരെ പോയവരാണ് നിങ്ങളിൽ ആരെങ്കിലും എങ്കിൽ, ഈ നിമിഷം കർത്താവെ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് നമുക്ക് മാപ്പ് ചോദിക്കാം. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. ദൈവം ആർക്കുമേലെ എഴുന്നള്ളി വരുന്നോ, ആരോട് കരുണ കാണിക്കുന്നുവോ, ആർക്കുവേണ്ടി പൊരുതുന്നുവോ അവൻ ഭാഗ്യവാൻ. ഈ മാസം ദൈവം നമുക്ക് വേണ്ടി പൊരുതുവാൻ നാം പ്രാർത്ഥിക്കുക. എൻ്റെ ശത്രുക്കൾ, എനിക്കെതിരെ കെണിവെക്കുന്ന ശത്രുക്കൾ, എൻ്റെ നാശം ആഗ്രഹിക്കുന്ന ശത്രുക്കൾ, എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ശത്രുക്കൾ, എൻ്റെ അഭിവൃദ്ധിക്ക് കോട്ടങ്ങൾ വരുത്തുന്ന ശത്രുക്കൾ, ഇവരെയെല്ലാം കർത്താവായ ദൈവം മരുഭൂമിയിലെ പൊടി പോലെയാക്കി മാറ്റും. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത ദൈവം, നമ്മുടെ അനുഗ്രഹത്തിന് വഴിയൊരുക്കുന്ന ദൈവം, ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും. നീതിയുടെ ഫലമായ സമാധാനം കർത്താവായ യേശുവാണ്. ഈ സമാധാനം കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ വാഴുമ്പോൾ അവിടെ എപ്പോഴും സമാധാനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു. എൻ്റെ സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല. എൻ്റെ സമാധാനം നിന്നിൽ എപ്പോഴും വസിക്കുവാൻ ഞാൻ ഇടയാക്കും. ഈ ഓഗസ്റ്റ് മാസം നമുക്ക് ഏറ്റവും ആവശ്യമായ 5 നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവം ഇടപെടും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് എന്നേക്കുമുള്ള പ്രത്യാശയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാം തകർന്നു എന്ന് തോന്നുമ്പോഴും കർത്താവാണ് നിങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയും. അവിടുന്ന് നിങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കുകയില്ല. എല്ലാം കൈവിട്ടു പോയാലും ഇന്നോളം നാം സമ്പാദിച്ചതെല്ലാം, നമ്മുടെ എല്ലാ സമ്പാദ്യങ്ങളും, നമ്മുടെ എല്ലാ അധ്വാന ഫലങ്ങളും നഷ്ടപ്പെട്ടു പോയെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കും. കർത്താവ് പറയുന്നു, ഞാൻ ആദിയും അന്ത്യവുമാണ്, ഞാനാണ് സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ്. നിന്നെക്കുറിച്ചൊരു പദ്ധതിയുള്ള കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിച്ചു തരാൻ കഴിവുള്ളവനാണ്. അതിനാൽ നഷ്ടഭാരങ്ങളെ ഓർത്ത് വിഷമിക്കാതെ, ഇനിയും ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ എല്ലാം നഷ്ടമായി, എന്നെ സ്നേഹിച്ചവർ എന്നിൽ നിന്ന് അകന്നുപോയി, എൻ്റെ കുടുംബാംഗങ്ങൾ വിട്ടകന്നുപോയി, എൻ്റെ അധ്വാന ഫലമെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ ഇന്നോളം സമ്പാദിച്ചിരുന്ന സ്വത്തുക്കൾ, സമ്പത്ത്, സൽപ്പേര്, ഇവയെല്ലാം എനിക്ക് നഷ്ടമായി, ഞാൻ അപമാനഭാരത്താൽ കഴിയുന്നു എങ്കിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ ദൈവം നിനക്ക് വേണ്ടി നീതി നടത്തിത്തരും. നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് നിനക്ക് നീതിയുടെ ഫലം നൽകി അനുഗ്രഹിക്കും. എന്നേക്കുമുള്ള പ്രത്യാശ നിനക്ക് നൽകും. കർത്താവിൻ്റെ സന്നിധിയിൽ സമാധാനം നിങ്ങൾ കണ്ടെത്തും. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളിൽ വർഷിച്ചിരിക്കും. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമാകും. നിങ്ങളുടെ നഷ്ടങ്ങളെ
കർത്താവ് ലാഭമാക്കി മാറ്റും. കർത്താവ് എന്നേക്കും നിനക്ക് നീതി നടത്തിത്തരും. നിന്റെ പ്രശ്നങ്ങൾ, കോടതി കേസുകൾ, നിനക്കെതിരെയുള്ള അപമാനങ്ങൾ, അപവാദങ്ങൾ, ഇവയെ ഓർത്തൊന്നും നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നീ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, നീ കർത്താവിൻ്റെ വചനം കേൾക്കുകയും ആ വചനം അതുപോലെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ, നിന്റെ ദൈവമാണ് നിന്റെ കർത്താവായി പ്രവർത്തിക്കുന്നത്. നിന്റെ കർത്താവ് നിനക്ക് വലിയ ഉയർച്ച നൽകും. മരുഭൂമിയിൽ ജലാശയമൊരുക്കും. ഒന്നുമില്ലാത്തിടത്ത് അവിടുന്ന് സമൃദ്ധിച്ചൊരിയും. ഈ ദൈവത്തിൽ നാം വിശ്വസിക്കുക. ഒരിക്കലും നമ്മുടെ പ്രതീക്ഷകൾ തകരില്ല. ഒരിക്കലും നിന്റെ പ്രതീക്ഷ തകരില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക് നിന്റെ പ്രതീക്ഷകളെ അവിടുന്ന് തകർക്കുകയില്ല. നിന്റെ ഒരു ചെറിയ ആഗ്രഹം പോലും അവിടുന്ന് നിവർത്തിച്ചു തരും. അതിനാൽ ദൈവത്തിൽ വിശ്വസിക്കുക, അവനിൽ മാത്രം വിശ്വസിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല. മനുഷ്യൻ്റെ ശക്തിയിലും ബലത്തിലും സമ്പത്തിലും നീ ആശ്രയിക്കരുത്. അത് നിന്റെ കൂടപ്പിറപ്പുകളോ നിന്റെ കുടുംബാംഗങ്ങളോ ആരുമായിക്കോട്ടെ, നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ, നിനക്കറിയാവുന്ന ഏറ്റവും ഒരു വലിയ വ്യക്തിയോ ആരുമായിക്കോട്ടെ, അവരുടെ ശക്തിയിലും കഴിവിലും അവരുടെ സമ്പാദ്യങ്ങളിലും നീ ആശ്രയം വെക്കരുത്. അവരുടെ സ്വാധീനത്തിൽ നീ ആശ്രയം വെക്കരുത്. എന്നാൽ അവിടെ നിനക്ക് തകർച്ചയുണ്ടാകും. കർത്താവായ ദൈവമാണ് സകലത്തിൻ്റെയും നിയന്താവ്. നിന്റെയും അവരുടെയും നിയന്താവ് ദൈവമാണ്. നിന്റെയും അവരുടെയും സൃഷ്ടികർത്താവ് ദൈവമാണ്. അതിനാൽ തന്നെ നീ ദൈവത്തിൽ ആശ്രയിക്കുക, നീ ദൈവത്തിൽ വിശ്വസിക്കുക. അവിടുന്ന് നിന്റെ മേൽ അനുഗ്രഹം വർഷിക്കും. ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലാകും. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഒന്നുമില്ലായ്മയിൽ സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണും. അതിനാൽ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ, വലിയ ഉയർച്ചയുണ്ടാകുവാനായി, വലിയ സൗഭാഗ്യങ്ങളെ എനിക്ക് കാണുവാനായി നീ എന്നെ അനുഗ്രഹിക്കണമേ. നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എനിക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകി ഒരു പുതിയ ജീവിതം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഓഗസ്റ്റ് മാസം നിനക്ക് വീട്ടിൽ തീർക്കേണ്ടതായ കടബാധ്യതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഭവനമില്ലാത്തവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സാമ്പത്തിക ദുരിതങ്ങളിൽ കഴിയുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്ക് കർത്താവ് അനുഗ്രഹം നൽകുന്നു. ഏതു മേഖലയിലാണോ നിങ്ങളിപ്പോൾ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നത്, അവിടെ നിങ്ങൾക്ക് നേരെ കർത്താവിൻ്റെ കരമുയർത്തി നിങ്ങൾക്ക് മുന്നേ കർത്താവ് നടന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി നിങ്ങളെ സമൃദ്ധിയുടെ പരമോന്നതിയിൽ എത്തിക്കും. അതിനാൽ ദൈവവചനം കേൾക്കുകയും അത് വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്യുക. നിന്റെ ജീവിതം വലിയ അനുഗ്രഹപ്രദമായി മാറും. നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് നഷ്ടമായതെന്ന് തോന്നുന്നതെല്ലാം കർത്താവ് നിനക്ക് ലാഭമാക്കി തരും. നിന്റെ പ്രതീക്ഷകളെ അവിടുന്ന് ഇനി തകർക്കുകയില്ല. ഈ അനുഗ്രഹങ്ങൾ ഓരോന്നും കർത്താവ് നിനക്ക് തരും. നീതിയുടെ ഫലമായ സമാധാനമായ യേശുക്രിസ്തു തന്നെ നിന്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി പ്രവർത്തിക്കും. ഈ ഓഗസ്റ്റ് മാസം നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ മക്കളുടെ ആവശ്യങ്ങളെ, ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ, കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെ, മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും മാസമാണ്. കർത്താവ് ഈ മാസം നിങ്ങളെ അനുഗ്രഹിക്കും. ഒന്നുമില്ലായ്മയിലാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നത്. എൻ്റെ ബലഹീനതയിലാണ് എൻ്റെ കർത്താവിൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത് സത്യമാണ്. നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ ഇല്ലായ്മയിൽ, നമ്മുടെ കുറവുകളിൽ, നമ്മുടെ രോഗപീഠകളിൽ, നമ്മുടെ ദാരിദ്ര്യത്തിൽ, നമ്മുടെ ഏകാന്തതയിൽ നിന്റെ കർത്താവായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ ജീവിതം അടിമുടി മാറി മറിയും. നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ നിര ഉണ്ടാകും. അതിനാൽ ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും
പ്രിയപ്പെട്ടതായ 5 നിയോഗങ്ങളെ സമർപ്പിച്ച് വലിയ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറന്ന് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥ നീ കണ്ട്, ഞങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ നീ കണ്ട്, ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ നീ കണ്ട്, കർത്താവെ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ. ഈ ഓഗസ്റ്റ് മാസം വലിയ അനുഗ്രഹങ്ങളുടെ മാസമാക്കി മാറ്റണമേ. കർത്താവെ, ഓരോ നിമിഷവും നീ ഞങ്ങളെ വഴി നടത്തുന്നു എന്നെനിക്കറിയാം. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ അധികാരിയാണ്, അങ്ങ് ഞങ്ങളുടെ അവകാശമാണ്, അങ്ങ് ഞങ്ങളുടെ എല്ലാമാണ്. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവായ യേശുവേ, അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകൾ ഈ മാസത്തിൽ ഞങ്ങളുടെ നേരെ അയക്കണമേ. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ 5 നിയോഗങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സമയം നിങ്ങളുടെ 5 നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ 5 നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഓരോന്നും വലിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയാവുന്ന ദൈവമേ, ഞങ്ങളുടെ നിസ്സഹായതയിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവേ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും ഞാൻ അർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ എഴുതി അറിയിച്ച ഓരോ നിയോഗത്തെയും ദൈവമേ, ഈ സമയം ഞാൻ അങ്ങയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. കരുണയുള്ള കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് വലിയ അനുഗ്രഹങ്ങളെ ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പോകുന്ന വഴിയിൽ എല്ലാം സമൃദ്ധി ഉണ്ടാകുവാൻ, അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ 5 നിയോഗങ്ങൾക്കും അത്ഭുതകരമായി അനുഗ്രഹം നൽകുന്ന കർത്താവെ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച 5 നിയോഗങ്ങളുടെ നിവർത്തീകരണത്തിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മായി മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ
മാസത്തിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 5 നിയോഗങ്ങളെ അത്ഭുതകരമായി അവിടുന്ന് സാധിച്ചു തരട്ടെ. നിങ്ങളുടെ എല്ലാ വഴികളിലും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. സകല അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും ഈ ഓഗസ്റ്റ് മാസം പ്രത്യേകം നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യവും മനസ്സിന് സമാധാനവും ഹൃദയത്തിൽ സന്തോഷവും നിറയ്ക്കട്ടെ. കർത്താവായ ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയും നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.